നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1950-53 എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേരാണ് എന്ത്? മുതലിയാർ കമ്മീഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാളുടെ പേര് കമ്മീഷന് വരുന്നത്? അദ്ദേഹമാണ് ചെയർമാൻ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? രാധാകൃഷ്ണൻ കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. സെക്കൻഡിനകത്ത് പേരിനകത്ത് തന്നെയുണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. എന്തിനെ പറ്റിയിട്ട് പഠിക്കാനാണ് വന്നിരിക്കുന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഡിഫക്ട്സിനെ പറ്റിയിട്ടും അതുപോലെ അതിനകത്ത് കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1952 സെപ്റ്റംബർ 23 അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ആദ്യം തൊട്ടൊന്നുകൊണ്ട് പറയട്ടെ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേരാണ് മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ എന്ന് പേര് വരാൻ കാരണം സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. ലക്ഷ്മണസ്വാമി മുതലിയാരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കാരണം രാധാകൃഷ്ണൻ കമ്മീഷനകത്ത് 10 മെമ്പേഴ്സിനകത്ത് ഒരാൾ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. അതിനകത്തെ പോലെ തന്നെ ഇതിനകത്തും 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാൻ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. 1952 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരെ അപ്പോയിന്റ് ചെയ്തു. സെപ്റ്റംബർ 23 1953 ഓഗസ്റ്റ് ആയപ്പോഴേക്കാണ്, അതായത് ഓഗസ്റ്റ് 29 ഇവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. ലക്ഷ്മണസ്വാമി മുതലിയാർ എന്ന് പറയുന്നത് വൈസ് ചാൻസലർ ആയിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ലക്ഷ്മണസ്വാമി മുതലിയാർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷനെ നിയോഗിച്ചത്? അപ്പോൾ പേരിനകത്തുണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് എല്ലാ ആൾക്കാരും, അതായത് നേതാക്കന്മാരെല്ലാം കാര്യമായി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഈ കമ്മീഷനുകളെല്ലാം വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. 1, പ്രസന്റ് സ്റ്റാറ്റസ്, സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള നിലവിലത്തെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതറിയാൻ വേണ്ടിയിട്ടും. റീഓർഗനൈസേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്, ഇതിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്യുന്നു, ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രൈമറി, ബേസിക്, ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധം എന്താണെന്ന് കണ്ടെത്തുക. അതായത് ഈ സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ടും അതുപോലെ ബേസിക് എഡ്യൂക്കേഷൻ, പ്രൈമറി ഓർ ബേസിക് എന്ന് ഓർത്താൽ മതി കേട്ടോ. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ, ഇത് കഴിഞ്ഞിട്ട് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2, അത് നമ്മൾ പറയാം കേട്ടോ. +2 ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. ഇപ്പം നിലവിൽ ഓർക്കുക, +2മായിട്ടും ഡിഗ്രിയുമായിട്ടും എങ്ങനെയായിരിക്കും ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിലേഷൻഷിപ്പ് വെക്കുന്നത് എന്ന് മനസ്സിലാക്കാനും രാജ്യം മുഴുവനായിട്ടും ഏത് തരം സെക്കൻഡറി എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് എന്ത് കൊണ്ടുവന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ കൊണ്ടുവന്നത്. ഇത് ശരിക്കും നമ്മൾ രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ഇത് പഠിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യനെയർ രൂപത്തിൽ, ഒന്ന് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് അവർ നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും നേരിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ 244 പേജസിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ വെച്ചത്. ഏകദേശം 14 ചാപ്റ്റേഴ്സും 244 പേജസുമായിരുന്നു ഈ ഒരു റെക്കമെൻഡേഷനും ഇതിൻ്റെ എയിമും ഒബ്ജക്റ്റീവ്സും എല്ലാം കൂടെ ചേർത്ത് വന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് പീരീഡിലെ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ബ്രിട്ടീഷ് പീരീഡിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് പ്രാധാന്യം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. കാരണം എന്താണ്? ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നേരെ ഇവർ എവിടെ പോകും? കോളേജിൽ പോകും. കോളേജിൽ പോകുമ്പം അവരുടെ രീതിക്ക് എന്താണ്? ഇംഗ്ലീഷ് ആയിരിക്കണം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ് എടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചിരുന്നു കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ലക്ഷ്മണസ്വാമി മുതലിയാർ ചെയർമാനായിട്ട് 1952 സെപ്റ്റംബർ 23 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയൊക്കെ റീഓർഗനൈസ് ചെയ്യണം, രാജ്യം മുഴുവൻ ഏതൊരു രീതിയിലേക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്
സെക്കൻഡറി എഡ്യൂക്കേഷന് പ്രൈമറി ഹയർ എഡ്യൂക്കേഷനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ കൊണ്ടുവന്നത്. ഇവർ റിപ്പോർട്ട് വെച്ചത് 1953 ഓഗസ്റ്റ് 29 ഇവരെ അപ്പോയിന്റ് ചെയ്തത് 1952 സെപ്റ്റംബർ 23 റിപ്പോർട്ട് എത്ര പേജ്? 244 പേജ്, ഏകദേശം 14ഓളം പ്രധാനപ്പെട്ട ഹെഡിങ്സ് ഉണ്ടായിരുന്നു. സംശയമില്ലല്ലോ. നെക്സ്റ്റ് നോക്കാം, എന്തൊക്കെയായിരുന്നു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫെക്ട്സ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോത്തതേ ഉള്ളൂ കേട്ടോ. ഡിഫെക്ട്സ് ഓഫ് ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം. 1. മെയിൻ എയിം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഈസ് ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഡെവലപ്പ് ക്വാളിറ്റീസ് സച്ച് ആസ് കോപ്പറേഷൻ, ഡിസിപ്ലിൻ ആൻഡ് ലീഡർഷിപ്പ് എമംഗ് സ്റ്റുഡൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതുവരെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റം മീൻസ് ഇവർ അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു, ആ ഒരു രീതിയിൽ മാത്രം ഇവരെ ട്രെയിൻ ചെയ്യുക. അതായത് കോളേജിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ വേണം അത് മാത്രം ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അതേസമയം ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഡിസിപ്ലിനോ കോപ്പറേഷനോ അതൊന്നും തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള കരിക്കുലമോ ഒരു തരത്തിലുള്ള പഠന രീതികളോ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. 2. കരിക്കുലം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇസ് ഇംപ്രാക്ടിക്കൽ. ഇവരുടെ കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഇംപ്രാക്ടിക്കലായിട്ടുള്ളൊരു കരിക്കുലമാണ് അതുവരെ ഫോളോ ചെയ്തിരുന്നത്. അടുത്തത് ടീച്ചിങ് മെത്തേഡ്സ് ആർ ഫുൾ ഓഫ് ഡിഫെക്ട്സ്. മൊത്തത്തിൽ ടീച്ചിങ് മെത്തേഡ് എല്ലാം ഡിഫെക്ട്സ് നിറഞ്ഞതായിരുന്നു. എക്സാമിനേഷൻ സിസ്റ്റം വളരെയധികം ഡിഫെക്ട്സ് നിറഞ്ഞതായിരുന്നു. അതുപോലെ റിജിഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരുന്നു. അൺസ്യൂട്ടബിൾ ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു. അപ്പോൾ ഡിഫെക്ട്സ് പരിഹരിക്കാനാണ് ഈ കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫെക്ട്സ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം, ഇപ്പോൾ റെക്കമെൻഡേഷൻ മറന്നു പോയാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം. ഡിസിപ്ലിൻ, കോപ്പറേഷൻ, അതുപോലെ തന്നെ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതൊന്നും തന്നെ വളർത്തുന്ന ഒന്നും അവരുടെ കരിക്കുലത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ടീച്ചേഴ്സിൻ്റെ പഠന രീതി ഡിഫെക്ട്സ് ആയിരുന്നു. എക്സാമിനേഷൻ സിസ്റ്റം ഡിഫെക്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറഞ്ഞത്? റിജിഡായിട്ടുള്ള ടൈം ടേബിളും അൺസ്യൂട്ടബിൾ ടെക്സ്റ്റ് ബുക്കുകളുമായിരുന്നു. നോ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്കൂളുകളിലൊന്നും തന്നെ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും തന്നെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. നോ പ്രോപ്പർ ക്രൈറ്റീരിയ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനകത്ത് കറക്റ്റായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഒന്നും, അതായത് ഇന്ന പഠിത്തം വേണം, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ സെക്കൻഡറി എഡ്യൂക്കേഷൻ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ഇത്ര സ്പീഡിൽ പോകാൻ കാരണം വളരെയധികം പോയിന്റ്സ് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സ്പീഡ് തോന്നുകയാണെങ്കിൽ സ്പീഡൊന്ന് കുറച്ചിട്ട് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. റെക്കമെൻഡേഷൻസ് ഒരുപാടുണ്ട്, വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ, അതെല്ലാം പഠിക്കണം. അടുത്ത റെക്കമെൻഡേഷൻസ് നോക്കാം എന്ന് പറഞ്ഞു. റെക്കമെൻഡേഷൻസിനകത്ത് നമ്മൾ ഉറപ്പായിട്ടും എന്ത് കാണും? ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യം കാണും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യം കാണും, അല്ലേ? കോപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണും. അത് നമ്മൾ ഡിഫെക്ട്സിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കാണുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർക്കുക, ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ മസ്റ്റ് ഫോളോയിങ് ദ ക്വാളിറ്റീസ്. കുട്ടികൾക്ക് ഡെമോക്രാറ്റിക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. നല്ല പൗരന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള പഠിത്തം സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഒന്നാമത്തത്. ഏതൊക്കെ ക്വാളിറ്റീസ് ആണ് ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരേണ്ടത്? 1. ക്ലിയർ തിങ്കിങ് വരുത്തണം, അതായത് നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. ക്ലിയറൻസ് ഇൻ സ്പീച്ച് ആൻഡ് റൈറ്റ്, നന്നായിട്ട് എഴുതാനും സംസാരിക്കാനുമുള്ളത്. ട്രെയിനിങ് ഇൻ ആർട്ട് ഓഫ് ലിവിങ്, ആർട്ട് ഓഫ് ലിവിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. ആ ട്രെയിനിങ് ഒരിക്കലും മതപഠനമല്ല കേട്ടോ. ഇതിനകത്ത് മതപഠനം എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് മതപഠനം നിർബന്ധമാക്കരുതെന്നും രക്ഷകർത്താക്കൾക്കും മാനേജ്മെൻറ്റിനും താല്പര്യമുണ്ടെങ്കിൽ പഠന സമയത്തിന് ശേഷം മതപഠനം, ആ രീതിയിലാണ് കേട്ടോ ഈ കമ്മീഷനകത്ത്. ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആർട്ട് ഓഫ് ലിവിങ്ങിന് ട്രെയിനിങ് കൊടുക്കുക. സെൻസ് ഓഫ് ട്രൂ പാട്രിയോട്ടിസം, ഇത്രയും കാര്യങ്ങൾ, അതായത് രാജ്യസ്നേഹം പോലെയുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ തക്ക രീതിയിലുള്ള ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നാണ് റെക്കമെൻഡേഷൻ നമ്പർ 1. പഠിച്ചല്ലോ. അടുത്തത് നോക്കാം, ഡെവലപ്മെൻറ്റ് ഓഫ് വൊക്കേഷണൽ എഫിഷ്യൻസി. അതായത് പലപ്പോഴും ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശരിക്കും ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് പല കുട്ടികളും പഠിത്തം നിർത്തും. ശരിക്കും കോളേജിലൊന്നും പോകാറില്ല 52 കാലത്ത്. അപ്പോൾ കഴിവുള്ളവരൊക്കെ ഒത്തിരി പൈസയൊക്കെ ഉള്ള, അപ്പോൾ സാധാരണ ആൾക്കാർ ഇവിടെ കൊണ്ട് പഠിത്തം നിർത്തിയിട്ട് അധ്വാനിക്കാൻ പോകും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഏണിംഗ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കരിക്കുലം,
അല്ലെങ്കിൽ പഠിത്തമൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കണമെന്ന് മുതലിയാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡെവലപ്മെൻറ്റ് ഓഫ് വൊക്കേഷണൽ എഫിഷ്യൻസി കൂട്ടണം. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, എഡ്യൂക്കേഷൻ ഫോർ ലീഡർഷിപ്പ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കോപ്പറേഷനും ഡിസിപ്ലിനും ഒക്കെ ഉയർത്തണമെന്നല്ലേ, അതൊക്കെ ഡിഫക്ട്സ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തിനകത്ത് വേണം, നമ്മുടെ കരിക്കുലത്തിനകത്ത് അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തണമെന്ന് മുതലിയാർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഓക്കെ ആണേ. ഇനി അടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തമായി പണം സമ്പാദിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് മുതലിയാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഡ്യൂറേഷനാണ് പറയുന്നത് കേട്ടോ. ഡ്യൂറേഷനാണ് പറയുന്നത്, അതായത് ശ്രദ്ധിക്കുക, ഡ്യൂറേഷൻ ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ 7 വർഷം ആയിരിക്കണം. എത്ര വർഷം? 7 വർഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 മുതൽ 17 വയസ്സ് വരെ ആയിരിക്കണം സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താ? 11 മുതൽ 17 വയസ്സ് വരെ ആയിരിക്കണം സെക്കൻഡറി എഡ്യൂക്കേഷൻ പോകേണ്ടത്. അതായത് 7 വർഷമായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ സെക്കൻഡറി എഡ്യൂക്കേഷനെ പ്രധാനമായിട്ടും ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3+4 എന്നുള്ള രീതിയിലാണ്. അതായത് 7 വർഷത്തെ 3 വർഷം പ്ലസ് 4 വർഷം എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ ഹൈസ്കൂളും അതിനുശേഷം ഹൈസ്കൂൾ എന്ന് പറയുന്നത് 4 വർഷം. ഓക്കെ അല്ലേ? 3 വർഷത്തെ ജൂനിയർ ഹൈസ്കൂളും 4 വർഷത്തെ ഹൈസ്കൂളും, അങ്ങനെ പ്രധാനമായിട്ടും സെക്കൻഡറി എഡ്യൂക്കേഷനെ അവർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി വേറൊരു രീതിയിൽ നിങ്ങളോട് ചോദിക്കുവാണെന്ന് വെച്ചോ, ഇപ്പം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുക, 4 ഇങ്ങനെ ചോദിച്ചു, ഈ ഒരു രീതിയിൽ 3+4+3 ഇങ്ങനെ ചോദിച്ചാലും മുതലിയാർ കമ്മീഷൻ കറക്റ്റാണ് കേട്ടോ. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 4 or 5 എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം +3+4. ശരിക്കും പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇവർ സെക്കൻഡറി എഡ്യൂക്കേഷനെയാണ് ഈ 3+4 എന്ന് സൂചിപ്പിക്കുന്നത്, 7 വർഷം. അതായത് ഒന്ന് ജൂനിയർ ഹൈസ്കൂള്, ഇത് ഹൈസ്കൂൾ, ഇതാണ് സെക്കൻഡറി അവർ പറഞ്ഞത്. +3 എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിഗ്രിയാണ്, അല്ലെങ്കിൽ BA പോലെയുള്ള കോഴ്സുകളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രൈമറി ആണ് കേട്ടോ, പ്രൈമറി ആണ്. അപ്പോൾ 2 ചോദിച്ചാലും കറക്റ്റ് ആണ്. 4 or 5 +3+4+3. അത് 4+3 എന്ന് പറയുന്ന ഈ ഒരെണ്ണമാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ്റർമീഡിയറ്റ് കാര്യങ്ങളെല്ലാം നിർത്തി. അപ്പോൾ അതുവരെ ഒരു ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു, അതങ്ങ് നിർത്തിയിട്ട് എന്താ ചെയ്തത്? അതായത് 3 ഇയർ ഡിഗ്രി കോഴ്സ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. 3 ഇയർ ഡിഗ്രി കോഴ്സ് ഉണ്ട്. അപ്പോൾ 11 വർഷം ഹയർ സെക്കൻഡറി കഴിയുക. അതായത് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ 11ലൂടെ ചേർത്തു, 11 വരെ ആക്കിയിട്ട് 12ാം ക്ലാസ്സിനെ എവിടോട്ട് ചേർക്കണം? ഡിഗ്രിയിലേക്ക് ചേർക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തതും മുതലിയാർ കമ്മീഷനാണ്. എന്താ പറഞ്ഞത്? 11 വർഷം ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് 3 വർഷത്തെ ഡിഗ്രി, അതിനകത്ത് 11ാം ക്ലാസ് വരെ സെക്കൻഡറിയിൽ ഉൾപ്പെടുത്തിയിട്ട് 12ാം ക്ലാസ്സിനെ നിങ്ങൾ ഡിഗ്രിയിൽ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞത് മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 1 വർഷം പ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് 1 വർഷം ഉണ്ടായിരിക്കും. ആ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പാസ്സായാൽ, ഇപ്പോൾ ഹൈസ്കൂൾ ഒന്നുകൂടെ ഞാൻ പറയാം മനസ്സിലായില്ലെങ്കിൽ, 11ാം ക്ലാസ് വരെ സെക്കൻഡറിയിൽ പോകും, 12ാം ക്ലാസ്സിലെ നിങ്ങൾ ഡിഗ്രിയിലേക്ക് ചേർക്കൂ എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്കിപ്പോൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനായിട്ട് എന്തുണ്ട്? ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് ഉണ്ട് 1 വർഷത്തെ. അത് പഠിച്ചാൽ ഇവർക്ക് എവിടേക്ക് പോകാം? യൂണിവേഴ്സിറ്റി പ്രവേശനം അനുവദിക്കാൻ സാധിക്കും. അതായത് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സിൽ പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കണം. 1 ഇയർ കോഴ്സാണ്. ഇനി സെക്കൻഡറി വിദ്യാഭ്യാസം പുനഃസംവിധാനം ചെയ്യാൻ കേന്ദ്രം ധനസഹായം നൽകണമെന്ന് റെക്കമെൻഡ് ചെയ്തതും മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും മുതലിയാർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പം ഇത്രയും പോയിന്റ്സിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു 244 പേജും നമുക്ക് പഠിക്കാനൊക്കില്ല. അതുകൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം മുൻകൂട്ടി കണ്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഫുൾ എടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം വളരെ ലെങ്ത് കൂടി പോകുന്നു. പിന്നെ അത് മാത്രമല്ല, ഇനി പറയാൻ പോകുന്നത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പെട്ടെന്ന് തീർക്കുന്നതല്ല. എങ്ങനെ പോയാലും ഇനി ഒരു 10-15 മിനിറ്റ് ഞാൻ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ അത് തീരത്തുള്ളൂ. നിങ്ങൾക്കും ബോറായിരിക്കും. അതുമല്ല, എത്രത്തോളം നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും സോഴ്സ് അവൈലബിൾ ആണ്. എങ്കിലും ഞാൻ പറയുന്നത്
എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ വീഡിയോയും കൂടെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഒരുപാട് വൈകത്തില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക, നല്ലതാണോ അല്ലയോ എന്നുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.